നാലു ചുറ്റിനും റബ്ബർ മരങ്ങൾ വളർന്നു നിൽക്കുന്ന ഒരു പുരയിടത്തിന്റെ ഒത്ത നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു വീട്. ആ വീട്ടുമുറ്റത്തേക്ക് റബ്ബർ തോട്ടത്തിൽ നിന്നും ഒരു മൂർഖൻ പാമ്പ് ഇഴഞ്ഞു കയറി. തന്റെ ഈ വേലിചാട്ടം ആരും കണ്ടില്ല എന്നാണ് പാമ്പ് വിചാരിച്ചത്. പക്ഷേ പാമ്പിന് തെറ്റി. ആ വീട്ടിലെ കണ്ടൻ പൂച്ച ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. പൂച്ച പാമ്പിന്റെ അടുത്തേക്ക് ഓടിയെടുത്തു. പാമ്പ് പത്തി വിടർത്തി ഉഗ്രസ്വരൂപത്തിൽ പൂച്ചയെ കടിക്കാനാഞ്ഞു. പാമ്പിന് പൂച്ചയെ ശരിക്കങ്ങോട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. പൂച്ച തന്നെ കൊത്താനാഞ്ഞ പാമ്പിന്റെ പത്തി നോക്കി ലെവന്റെ 916 ഹോൾമാർക്കായ ഒരൊറ്റ അടി കൊടുത്തു. വിരണ്ടുപോയ പാമ്പ് വന്ന വഴി ഓടി. എടാ പാമ്പേ, നീ ആരെയാടാ പേടിപ്പിക്കാൻ നോക്കുന്നേ? എന്നെയോ? ഈ കഥയിലെ ഹീറോ ഞാനാടാ, ഈ പൂച്ച സാറാടാ. കഴിഞ്ഞ ഒരു വീഡിയോയിൽ പൂച്ച സാറിനെ കുറിച്ച് നമ്മൾ വാതോരാതെ സംസാരിച്ചതാണ്. പൂച്ച അതൊരു അഡാർ ഐറ്റം തന്നെയാണ്. പൂച്ചകളെക്കുറിച്ച് പറയാൻ ഇനിയും കുറേയേറെ കാര്യങ്ങൾ ഉണ്ട്. മനുഷ്യരെ പോലെ പൂച്ചകളും ചില സാഹചര്യങ്ങളിൽ കൂട്ടമായി ജീവിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട്. ഈ കൂട്ടത്തിലേക്ക് അപരിചിതരായ സോ കോൾഡ് വരത്തൻ പൂച്ചകൾക്ക് പ്രവേശനമില്ല. പക്ഷേ ചില അവസരങ്ങളിൽ അപരിചിതരായ പൂച്ചകളെ തങ്ങളുടെ കൂട്ടത്തിലേക്ക് ചേർക്കാനുള്ള മഹാമനസ്കതയും ഇവർ പ്രകടിപ്പിക്കാറുണ്ട്. ഈ പൂച്ചക്കൂട്ടത്തിലും മനുഷ്യർക്കിടയിൽ കാണുന്നത് പോലെയുള്ള ആത്മാർത്ഥ സുഹൃത്തുക്കളെ കാണാനാകും. ഇത്തരം ആത്മാർത്ഥ സുഹൃത്തുക്കളെ പ്രിഫേർഡ് അസോസിയേറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രിഫേർഡ് അസോസിയേറ്റ്സ് 2 ആൺപൂച്ചകളാകാം, 2 പെൺപൂച്ചകൾ ആകാം, അല്ലെങ്കിൽ ഒരു ആൺപൂച്ചയും ഒരു പെൺപൂച്ചയും ആകാം. സുഹൃത്തുക്കൾ പരസ്പരം കാണുന്ന സമയത്ത് വാലുകൾ ഉയർത്തി മൂക്കുകൾ തമ്മിൽ ഉരസി അഭിവാദ്യം ചെയ്യാറുണ്ടത്രേ. ചിലപ്പോൾ ഒരാൾ മറ്റൊരാളെ തലയിണയാക്കി ഉറങ്ങും. നമ്മുടെ വീട്ടിലുള്ള പൂച്ചകളൊക്കെ എപ്പോഴും സ്വയം കൈയും കാലും ദേഹവും എല്ലാം നക്കി തുടച്ച് വൃത്തിയാക്കി വെക്കും. വൃത്തിയുടെ കാര്യത്തിൽ ഇത്തിരി ശാഠ്യക്കാരാണ് പൂച്ചകൾ. മാത്രമല്ല, പൂച്ചകൾ പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായി തലയിലും കഴുത്തിലും നക്കുകയും മുട്ടി ഉരുമുകയും ഒക്കെ ചെയ്യും. ഇതിനെ അല്ലോ ഗ്രൂമിംഗ് എന്നാണ് വിളിക്കുന്നത്. സുഹൃത്തുക്കളായ പ്രിഫേർഡ് അസോസിയേറ്റ്സുകളായ 2 പൂച്ചകളും ഇണകളായ പൂച്ചകളും എല്ലാം ഈ അല്ലോ ഗ്രൂമിംഗ് പ്രകടിപ്പിക്കാറുണ്ട്. ചില അവസരങ്ങളിൽ 2 പൂച്ചകൾ അവരുടെ വാലുകൾ തമ്മിൽ പിണച്ചു വെച്ചുകൊണ്ട് സ്നേഹപ്രകടനം നടത്താറുണ്ട്. വീട്ടിലുള്ള പൂച്ചകളെ ശ്രദ്ധിച്ചാൽ നമുക്കും ഇത് കാണാനാകും. ഈ പൂച്ചകൾക്കുണ്ടല്ലോ മനുഷ്യരുടെ ദേഷ്യം പോലെയുള്ള ലൗഡായ വികാരങ്ങളെയും സ്നേഹത്തെയും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടത്രേ. എടാ അവിടെ നിൽക്കടാ എന്ന് ഉറക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ലെവന്മാർ അവിടെ നിൽക്കും. മനുഷ്യരും പൂച്ചകളും തമ്മിൽ കാലങ്ങളെടുത്ത് ഉണ്ടായി വന്ന ഒരു ഹ്യൂമൻ ക്യാറ്റ് ബോണ്ട് അഥവാ ബന്ധം ഉണ്ട്. ചില സാഹചര്യങ്ങളിൽ ഒരു പൂച്ച മറ്റൊരു പൂച്ചയെ സഹായിക്കാറുണ്ട്. ഒരു പൂച്ചയുടെ കുട്ടികളെ വളർത്താൻ മറ്റൊരു പൂച്ച ചിലപ്പോൾ സഹായിച്ചേക്കാം. പ്രത്യുപകാരം പ്രതീക്ഷിച്ച് ചെയ്യുന്ന ഉപകാരങ്ങളാണ് ഇത്. ഇത്തരത്തിൽ പൂച്ചകൾക്ക് ഇടയിൽ കണ്ടുവരുന്ന സ്വഭാവ രീതിയെ റെസിപ്രോക്കൽ ഓൾട്രൂയിസം എന്ന് വിളിക്കുന്നു. ഇടയ്ക്ക് കണ്ടൻ പൂച്ചകൾ തമ്മിൽ മുരണ്ടുകൊണ്ടും അലച്ചുകൊണ്ടും ഒരു പെൺപൂച്ചയ്ക്ക് വേണ്ടി അടികൂടാറുണ്ട്. പക്ഷേ സുഹൃത്തുക്കളായ 2 കണ്ടൻ പൂച്ചകൾ തമ്മിൽ ഇത്തരത്തിലുള്ള അടിപിടികൾക്കുള്ള സാധ്യത കുറവാണ്. ആൺപൂച്ചകളും പെൺപൂച്ചകളും പൊതുവെ ഒന്നിലധികം ഇണകളുള്ള പോളിഗ്യാമസ് ജീവികളാണ്. സാധാരണഗതിയിൽ ഒരു പൂച്ചയ്ക്ക് ഒരൊറ്റ പ്രസവത്തിൽ മാക്സിമം 4 കുട്ടികൾ വരെ പിറക്കാറുണ്ട്. ഒരു പൂച്ചയ്ക്ക് ആഹാരം വെച്ചിരിക്കുന്ന സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടത്രേ. ഇത് മാത്രമല്ല, പൂച്ചകൾക്ക് അവരുടെ ഉടമസ്ഥരുടെ ശബ്ദവും മുഖഭാവങ്ങളും ഒക്കെ മനസ്സിലാക്കാനാകും. നമ്മൾ നമ്മുടെ വീടുകളിലുള്ള പൂച്ചകളെ വിവിധ തരത്തിലുള്ള പേരുകളിട്ട് വിളിക്കാറുണ്ട്. അവർക്ക് ഈ പേരുകൾ തിരിച്ചറിയാനാകും. എപ്പോഴും സ്വന്തം ശരീരം നക്കിത്തുടച്ച് വൃത്തിയാക്കി വെക്കുന്ന ശീലക്കാരാണ് പൂച്ചകൾ എന്ന് മുൻപ് പറഞ്ഞല്ലോ. അവരുടെ ഈ സ്വയമുള്ള വൃത്തിയാക്കലിനെ ഗ്രൂമിംഗ് എന്നാണ് വിളിക്കുക. നമ്മുടെയൊക്കെ വീട്ടിലുള്ള പൂച്ചകൾ ഒരു ദിവസം ഉറക്കമുണർന്നതിന് ശേഷമുള്ള സമയത്തിന്റെ ഏകദേശം 24% ഈ ഗ്രൂമിങ്ങിനായിട്ടാണ് ചിലവഴിക്കുന്നത്. പൂച്ചകളെ തലോടുകയും ഓമനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർ നമ്മുടെ കയ്യിലും കാലിലുമൊക്കെ ചിലപ്പോൾ നക്കാറുണ്ട് അല്ലേ? അവരുടെ നാക്ക് ശരിക്കും ഒരു സാൻഡ് പേപ്പർ പോലെ റഫ് അഥവാ പരുക്കനാണ്. ഫിലിഫോം പാപ്പില്ലെ എന്ന് വിളിക്കുന്ന കെരാറ്റിൻ തന്മാത്രകൾ കൊണ്ട് നിർമ്മിതമായ ചെറുമുള്ളുകൾ ഇവരുടെ നാവിൽ കാണാൻ സാധിക്കും. പൂച്ചകൾക്ക് അവരുടെ കയ്യിൽ മാത്രമേ വിയർപ്പ് ഗ്രന്ഥികൾ ഉള്ളൂ. ഈ മുള്ളുകളുള്ള നാവുകൊണ്ട് സ്വയം നക്കി രോമങ്ങളിൽ ഉമിനീര് തുടച്ച് വൃത്തിയാക്കുന്നതുവഴി ഇവർക്ക് ഇവരുടെ ശരീര താപനില അടക്കം നിയന്ത്രിച്ചു നിർത്താനാകുമത്രേ. പൂച്ചകളെ കൂടാതെ എലികളെ പോലെയുള്ള മൃഗങ്ങളും സ്വയം കൂളായിരിക്കാൻ സ്വന്തം ശരീരം നക്കാറുണ്ട്. കൂടാതെ ഫ്ലീസ് അഥവാ ചെള്ളുകളെ അകറ്റാനും കൊഴിയാറായ രോമങ്ങൾ ശരീരത്തിൽ നിന്നും നീക്കാനും ഗ്രൂമിംഗ് കൂടിയേ തീരൂ. പൂച്ചകൾ വെള്ളം കുടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അവർ അവരുടെ നാവിലെ മുള്ളുകളും വെള്ളത്തിന്റെ പ്രതലബലം അഥവാ സർഫസ് ടെൻഷനും ഉപയോഗപ്പെടുത്തി ഒരു പ്രത്യേക രീതിയിലാണ് വെള്ളം കുടിക്കുന്നത്. എന്നാൽ നായ്ക്കളാകട്ടെ അവരുടെ നീളൻ നാവ് ഒരു പ്രത്യേക രീതിയിൽ മടക്കി വെള്ളം കോരിയെടുത്താണ് കുടിക്കുന്നത്.
പൂച്ചകളെക്കുറിച്ചുള്ള മറ്റൊരു രസകരമായ കാര്യമെന്തെന്നാൽ അവർക്ക് മധുരം തിരിച്ചറിയാനുള്ള കഴിവില്ല. ഒരു പൂച്ചയ്ക്ക് സാധാരണ വെള്ളവും പഞ്ചസാര കലക്കിയ വെള്ളവും കൊടുത്താൽ അവർക്കത് തിരിച്ചറിയാനാകില്ലത്രേ. പൂച്ചകൾ അതുകൊണ്ട് സ്വീറ്റ് ബ്ലൈൻഡ് ആണെന്ന് പറയാം. പക്ഷേ ഉപ്പ്, പുളി, കയ്പ് പോലെയുള്ള രുചികൾ അവർക്ക് തിരിച്ചറിയാനാകുമത്രേ. മാർജാര വംശത്തിൽ അഥവാ പൂച്ച കുടുംബത്തിൽ ഉൾപ്പെട്ട മിക്ക ജീവികൾക്കും അവരുടെ നഖങ്ങൾ ചർമ്മത്തിനടിയിലേക്ക് ഉൾവലിക്കാനാകും. പക്ഷേ ചീറ്റപ്പുലിക്ക് മാത്രം അതിനുള്ള കഴിവില്ല. പൂച്ചകൾ ഇടയ്ക്കിടയ്ക്ക് അവരുടെ നഖത്തിന്റെ മൂർച്ച കൂട്ടാനായി മരത്തിലും ചവിട്ടിയിലും മെത്തയിലുമൊക്കെ കൈകൾ കൊണ്ട് അള്ളിപ്പിടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? പൂച്ചകളുടെയും മറ്റു ചില സസ്തനികളുടെയും മുഖത്ത് കാണുന്ന രോമങ്ങളുണ്ടല്ലോ, അവയെ മമേലിയൻ വിബ്രിസെ അഥവാ വിസ്കേഴ്സ് എന്നാണ് വിളിക്കാറുള്ളത്. ഇത് വളരെ സെൻസിറ്റീവായ ഒരു ഭാഗമാണ്. തന്റെ ചുറ്റുപാടുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയും അന്തരീക്ഷത്തിലെ മർദ്ദത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളെയും തിരിച്ചറിയാനുള്ള ഒരു സംവേദന ഉപാധിയായാണ് പൂച്ചകൾ അവരുടെ വിസ്കേഴ്സിനെ ഉപയോഗിക്കുന്നത്. കൂടാതെ ഇത് ദിശയറിയാനും സഹായിക്കുന്നു. പൂച്ചകൾ എങ്ങനെയാണ് ഈ ലോകത്തെ കാണുന്നത്? അവർക്ക് ഏതൊക്കെ കളറുകൾ കാണാൻ സാധിക്കും? പൂച്ചകൾ പൊതുവെ ഡൈക്രോമാറ്റിക് ആണ് എന്ന് പറയപ്പെടുന്നു. ഇവർക്ക് നീല, പച്ച, മഞ്ഞ എന്നീ നിറങ്ങളെ മാത്രമേ തിരിച്ചറിയാൻ സാധിക്കൂ. പക്ഷേ മനുഷ്യർ കാണുന്നത് പോലെ അത്ര ബ്രൈറ്റായി ഇവർക്കതൊന്നും കാണാൻ സാധിക്കുകയില്ല. നമ്മുടെ വീടുകളിലൊക്കെ വളർത്തുന്ന അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകുന്ന വഴിക്കൊക്കെ കാണുന്ന പൂച്ചകൾ, പൂച്ച കുഞ്ഞുങ്ങൾ, അവരൊക്കെ എത്രമാത്രം ക്യൂട്ടാണ് അല്ലേ? കാണുമ്പോൾ തന്നെ പിടിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുപോകാൻ തോന്നും. എന്നാൽ വനത്തിൽ ജീവിക്കുന്ന പൂച്ചകളെ അല്ലെങ്കിൽ പൂച്ചകളുടെ ബന്ധുക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വളർത്തുപൂച്ചകളുടെ അത്രയും ക്യൂട്ട്നെസ് അവർക്കില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരുപക്ഷെ പരിണാമഫലമായി ഉണ്ടായി വന്ന ഒരു മാറ്റമായിരിക്കാം ഇത്. എന്തായാലും ഈ പൂച്ചകൾ ചില്ലറക്കാരല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അല്ല, ഇത് നമുക്ക് മുന്നേ അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ഒന്നുകൂടി ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ.